കൊച്ചുരാമ, എന്തോ മരുന്നരച്ചു വെച്ചോ? ദാ വരുന്നുണ്ട്. മരുന്നരയ്ക്കാൻ പറഞ്ഞപ്പോ ഇനി നാളെ പോരേന്ന് നീ ചോദിച്ചു. ഇപ്പൊ കണ്ടോ, വിഷദംശമേറ്റാൽ ഇവിടെ ഇരുന്നാ എനിക്കറിയാം. അതാണ് രാമക്കുറുപ്പ്. അതാണ് രാമക്കുറുപ്പ്. എങ്ങനെ? അല്ല, അവിടെ ഒന്ന്. ആ, മൂർഖനാ. ആര്? മൂർഖൻ. ആ, ഉണ്ണിക്കുട്ടനാ. കടിച്ചു കൊതി മാറിയിട്ടില്ല. വരിക വരിക, കേറിയിരിക്കുക. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെയോ? ഞാൻ വരുന്നാര് പറഞ്ഞു? അതിപ്പോ ആരെങ്കിലും പറയണോ? ഈ നാട്ടിലെ എവിടെയെങ്കിലും ഒരു സർപ്പദംശം ഉണ്ടായാൽ അപ്പൊ അതെന്റെ മനസ്സിൽ തോന്നിക്കും. എല്ലാ വൈദ്യന്മാർക്കും തോന്നിന്ന് വരില്ല. ശുദ്ധി വേണം. എന്തു വേണം? പറയാം, സംസാരിക്കാം. എന്തു വേണം? ശുദ്ധി. തന്നോട് ചോദിച്ചില്ല. എന്തു വേണം? ശുദ്ധി. ആ, ശുദ്ധി മനസ്സിനും ശരീരത്തിനും. ഓ, അത് ശരി. പരിഭ്രമിക്കാനൊന്നുമില്ല. ഇവിടെ എത്തിക്കിട്ടിയല്ലോ, ഇനി ഞാൻ ഏറ്റു. മരുന്നുകൊണ്ട് ഫലിച്ചില്ലെങ്കിൽ വിളിച്ചു വരുത്തി കൊത്തിയ വിഷം തിരിച്ചടിപ്പിക്കും. രാമക്കുറുപ്പിനോടാ കളി, രാമക്കുറുപ്പിനോടാ. ഓ, അപ്പൊ ആളും വീടൊന്നും തെറ്റിയിട്ടില്ല. എന്റെ പൊന്ന് വൈദ്യരെ, വൈദ്യര് പറഞ്ഞത് എനിക്കും ഞാൻ പറഞ്ഞത് വൈദ്യർക്കും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. കടിച്ച സാധനത്തിനെ കണ്ടോ? സാധനത്തിനൊന്ന് കാണാനും കാര്യങ്ങൾ സംസാരിക്കാനുമാ ഞാൻ വന്നത്. സാധനത്തിനെ കാണാനോ? അതെ, വൈദ്യരുടെ മോൾക്ക് നല്ലൊരു ആലോചനയുടെ കാര്യമായിട്ടാ ഞാൻ വന്നത്, അല്ലാതെ പാമ്പ് കടിച്ചിട്ടൊന്നുമല്ല. അപ്പോ മൂർഖൻ? മൂർഖനല്ല, കുഞ്ഞൂട്ടൻ. കെ കുഞ്ഞൂട്ടൻ. കൊച്ചുരാമ, എന്തോ എവിടെയോ പിഴച്ചല്ലോ. രാവിലെ സർപ്പക്കാവില് നാഗത്താന്മാർക്ക് വിളക്ക് വെച്ചിട്ടുണ്ടാവില്ല. അല്ലാതെ എനിക്കിങ്ങനൊരു തെറ്റു വരാൻ വഴിയില്ല. അച്ഛാ, ഞാൻ പോണു. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. സംസാരിച്ചിരുന്ന് ചൂടാറണ്ട. മകളാണ്, ഒറ്റ മോളാ, രമാദേവി. അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ആവശ്യണ്ടായിട്ടല്ല, വീട്ടിലിരുന്ന് മടുക്കണ്ടെന്ന് വെച്ചാ അവളെ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് വിടണത്. ടൈപ്പ് റൈറ്റിങ്ങിന് വിടുന്നത് നമ്മളെ ചെറുക്കനും നല്ല അസല് പയ്യനാ, നല്ല തറവാട്ടേരാ. ദുബായിലാ. എവിടെ? ദുബായില്. ആ, പക്ഷെ ഗൾഫുകാരെ ഞങ്ങൾക്ക് നോട്ടല്ല. പിന്നെ ആരെയാ നോട്ടം? ഏത് തരം ചെക്കന്മാരും പെൺകുട്ടികളും വേണമെങ്കിൽ ഇതിനകത്തുണ്ട്. കെ കുഞ്ഞൂട്ടൻ നടത്തിയിട്ടുള്ള കല്യാണം ഏതെങ്കിലും ഒന്ന് മോശമായിട്ടുണ്ടോന്ന് ഇവിടെ ഒന്ന് അന്വേഷിക്കണം. ചതി, കളവ്, വഞ്ചന, തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞൂട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. ആരെ വേണം, ഏത് ഗ്രേഡ് വേണം, കറുത്തത് വേണോ വെളുത്തത് വേണോ എന്താന്ന് വെച്ചാൽ തുറന്നിങ്ങോട്ട് പറയണം. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ ആരെ പേടിക്കേണ്ടത്? പാരമ്പര്യമായിട്ട് ഞങ്ങൾ മെഡിക്കൽ ലൈനാ. ഒരു ഡോക്ടറെയാണ് ഞങ്ങളുടെ നോട്ടം. എന്റെ കാലശേഷം ആ പാരമ്പര്യം നിലനിർത്തണം. എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം. മതി, ഈ വാക്കിങ്ങോട്ട് കിട്ടിയാ മതി. ഈ വാക്കിങ്ങോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണോ? കിട്ടിയാ മതി. ആ, ഒരു ഡോക്ടർക്ക് ഇപ്പൊ എന്ത് കൊടുക്കണം? അതിപ്പം 5 ലക്ഷം രൂപ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഇത്തിരി രൂപ. എന്നാലും ഒരു 2-2.5 കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണമെങ്കിൽ വേണ്ട. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ആ, എന്നാ കഞ്ഞിത്തിരി കുടിക്കാം. എന്താ? എന്നാ കഞ്ഞിത്തിരി കുടിക്കാന്ന്. നിങ്ങക്ക് മോനില്ല ഒരാള്? ഒരു 1.5 ലക്ഷം ഉറുപ്പിയും 10-60 പവന്റെ പണ്ടവും വാങ്ങി തരട്ടെ. 1.5 ലക്ഷം ഉറുപ്പിയും 60 പവനോ? അതിനവന് RTO ഓഫീസിൽ ജോലിയൊന്നും ഇല്ലല്ലോ. വേണ്ട, കാണാൻ കൊള്ളാവുന്നവനല്ലേ. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയും. ഹോട്ടലുടമയോ? ഞാനോ? പിന്നെ നിങ്ങൾ ആരാ? ഹോട്ടൽ രമേശിന്റെ പ്രൊപ്പറേറ്റർ പരമു നായരുടെ BA-ക്കാരൻ മകന് 1.5 ലക്ഷം ഉറുപ്പിയ ഇട്ടാൻ ഒരു ജോലി വേണമെന്നോ? ഈ കുഞ്ഞൂട്ടൻ വിചാരിച്ച അതല്ല, അതിനപ്പുറം നടക്കും. നായരെ, ഇത് ചന്തവേരിയല്ല, കുഞ്ഞൂട്ടനാ. കെ കുഞ്ഞൂട്ടൻ. കെ ദാ നോക്കി, ഏത് വേണം? ഇതങ്ങനെ വെച്ചേക്കൂ. ഇതെന്റെ മോളാ. അതെ, സോറി. ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് നമ്മുടെ രാമൻ വൈദ്യരുടെ മോളല്ലേ? അയ്യോ, അത് കൂടി തന്നേക്ക്. അതെ, ഡോക്ടേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ളത് വേറെ ഉണ്ട്, ഞാൻ തരാം. ദാ ഇത് കണ്ടോ, പറയുന്ന കാശ് കിട്ടും. പിന്നെ എന്താ, ഇടത് കാലിന് ഒരു ബലക്ഷയം. അത് കാര്യാക്കണ്ട, പിള്ളവാദം വന്നതാ. വേണ്ടേ? വേറെ എന്തേന്ന്? ഇതാ, ഇത് ജർമ്മനിലൊരു നേഴ്സാ. കല്യാണം കഴിഞ്ഞാ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ജാതി വേണ്ട, ജോലി വേണ്ട, മറ്റൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടതാണാവോ? പ്രത്യേകിച്ച് ഒന്നും വേണ്ട. എന്നാ ആ,
നമുക്കും ഇത് വേണ്ട കുഞ്ഞൂട്ടാ. എന്താ പരമനായരെ, ഈ കള്ളന്മാരും തട്ടിപ്പുകാരും മാത്രമേ നിങ്ങൾക്ക് പിടിക്കുള്ളൂ? കള്ളന്മാരോ? അനിയത്തെ കാണിച്ച് ചേച്ചി കെട്ടിച്ചു വിടുന്ന ചില വില്ലന്മാരുണ്ട് ഇവിടെ. അതാരാ? ദേ ചന്ത വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. കുഞ്ഞൂട്ട, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ അയച്ചു പിടിക്കണ്ട. പിന്നെ നിങ്ങൾ ആർക്കിട്ടാ താങ്ങ് താങ്ങണേ? രണ്ടു പെറ്റ പെണ്ണിനെ പുതുപ്പെണ്ണാണെന്നും പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടി വെച്ചതേ ഞാനല്ല. പക്ഷെ അതാരാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ദേ ചന്ത കയറി വിലസരുത് കേട്ടോ. വിലസിയ കയ്യിലിരിപ്പ് ഞാൻ ഈ നിയോജക മണ്ഡലം മുഴുവൻ വിളമ്പും. അതെ, ലോകത്തുള്ള പെമ്പിള്ളാർക്ക് മുഴുവൻ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭർത്താവിനെ കിട്ടില്ല എന്ന് തന്നെ അത് കയ്യിലിരിപ്പല്ലേ? നീ ആരടാ പുണ്യാലോചന? ദേ നോണിയും തെമ്മാടിത്തരം പറഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണ് വാരിടാൻ തുടങ്ങിയ ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ. തെണ്ടി ഇതേ കടയുടെ ഉള്ളിൽ വെച്ച് കത്തിക്കുത്ത് വാൾപ്പയരൊന്നും പറ്റില്ല. രണ്ടാളും പുറത്തേക്ക് താൻ പോടോ കലിയുഗ നായരെ. ദേ എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്കാം ഞാൻ. ആ കലിയുഗം. അവള് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നോളാ. ആ നിങ്ങൾ ചായ അടിക്കും, പാല് മനസ്സാരം ഇല്ലെങ്കിലും വേണ്ടിയില്ല. അയ്യോ, തേയിലില്ല. ഇല്ലേ, നോട്ടത് മതി പൂട്ടിക്കാലി. തേയിലില്ല, പാലും ഇല്ല, ഒരു പുല്ലും ഇല്ല. വലിയ ഹോട്ടൽ ഓണർ ആണല്ലോ, ഹോട്ടൽ ഓണർ. അച്ഛൻ അച്ഛനെ കുറിച്ച് എന്താ പറയാ ഒരുങ്ങിയത്? രമേ, രമ, സത്യം പറയല്ലോ, നിന്റെ അച്ഛനെ കാണുന്നതും മൂർഖം പാമ്പിനെ കാണുന്നതും ഒരുപോലെയാ. എന്നെങ്കിലും ഒരു ദിവസം അങ്ങനെ എന്നെ കൊത്തും. ഈ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിന്റെ അച്ഛന്റെ മുന്നിലെത്തും. എന്നിട്ട് ആ മുഖത്ത് നോക്കി പറയും, അമ്മാവാ ഞാൻ മുഖം കാണിക്കാൻ, മുഖം കാണിക്കാൻ, മുഖം കാണിക്കാൻ, ഞാൻ മുഖം കാണിക്കാൻ, മുഖം കാണിക്കാൻ. എനിക്ക് മുഖം മാത്രം ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞല്ലേ? കാണിച്ചിട്ട് പോണോണ്ട് നിനക്ക് എന്റെ അമ്മേ. വെളുത്ത നിറം എല്ലാം എഴുതി. വെളുത്ത നിറം, പൊക്കം 5 അടി 5 ഇഞ്ച്, വണ്ണം 36, അതീവ സുന്ദരി, സുശീല, വലിയ കണ്ണുകൾ, മധുര ഭാഷണം, നല്ല മുടി, BA ടൈപ്പ്റൈറ്റർ ഷോർട്ട് ഹാൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈശ്വര ഭക്തി. നിർത്ത്. അവളറിയോ? കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്ര വിശദമായി? അത് പിന്നെ വൈദ്യനെ കണ്ടാൽ അറിഞ്ഞൂടെ മകളുടെ ക്വാളിറ്റീസ്? ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ ഉണ്ടാ? അല്ല, ഫോട്ടോ ഞങ്ങളുടെ വേണം, എന്നാലേ അഡ്രസ് എഴുതി അത്തരത്തിലുള്ള പുരുഷനെ അല്ലെ ഫയൽ സൂക്ഷിക്കാനാണേ. തരാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, ഡോക്ടേഴ്സ് ഓൺലി. നമസ്കാരം മുതലാളി. നമ്മുടെ പോളിസിയുടെ കാര്യം ആലോചിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് ആലോചിക്കാൻ പറ്റിയില്ല. കല്യാണാലോചന എന്നൊരു ഇത്ര ആലോചിക്കാൻ. എടാ ഒന്ന് പറയടാ നിന്റെ മുതലാളിയെടുത്ത്. മുതലാളി, ഒരു ജീവൻ ധാര എഴുതട്ടെ? ഇപ്പൊ വേണ്ട. എന്നാൽ കുട്ടികളുടെ പേരിൽ ഒരു ജീവൻ ബാല്യം എഴുതാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആലോചിക്കണേ. ബുധനാഴ്ചത്തെ ലീവിന്റെ കാര്യം ചോദിച്ചോ? നല്ലൊരു കച്ചവടം നടന്ന് മൂപ്പരുടെ കണ്ണ് തെളിയാതെ ഞാൻ ചോദിച്ച അങ്ങേരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാനിന്ന് കേൾക്കേണ്ടി വരും. ശവം കളഞ്ഞിട്ട് വാടേ, വേറെ പണി നോക്കാം. എന്നാ സ്പെയർ പണി വല്ല ഉണ്ടെങ്കിൽ താ, ഞാൻ വരാം. മാറിക്കോളൂ. താ എന്റെ പിന്നാലെ കിടന്ന് നടക്കാണ്ട് അയാൾ വരുന്നുണ്ടോന്നോ? വരുന്നുണ്ടല്ലോ. വിവരം വല്ലതും അറിഞ്ഞോ കുഞ്ഞൂട്ടാ? അറിഞ്ഞു. ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയതാണെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. താനല്ല, ഞാൻ. അതെ, തയ്യാറാണെന്ന്. പക്ഷെ ചുമ്മാതൊരു തെറ്റ് പറ്റിയതല്ല. ദാമോദരൻ അവളെ കല്യാണം കഴിച്ചു. കല്യാണം അതെന്നല്ലേ താനിപ്പോ പറഞ്ഞത്? അതും റൈസർ. എന്താ അബദ്ധം ആ കുട്ടി കാട്ടിയത്? നല്ലൊരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി, നല്ലൊരു നായർ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി ഇപ്പൊ ചെത്തുകാരുടെ കട്ടില്ല. ചെത്തുകാരുടെ നിന്റെ കണ്ണാടി മുഴുവൻ തന്നണ്ടല്ലോ. ഒന്നും കൂടെ കൊടുക്കാവുന്നേ. ഓടോ. നീ ഇങ്ങനെ കണ്ട പെമ്പിള്ളാരുടെ വായിൽ നോക്കി നടക്കാതെ ഒരു പെണ്ണിട്ട് ഓരോ കൊല്ലം കഴിയുന്തോറും പ്രായം കൂടി വരിക. നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം വന്ന് പെട്ടിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കിളി. കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളി. എല്ലാം കൂടി ഒരു 10-75 രൂപയും കിട്ടും. കണ്ടാ വിടൂല, അതാണ് ഇനം. വേണമെങ്കിൽ നാളെ തന്നെ ഒന്ന് പോയി നോക്കാം.
ആ വണ്ടിക്കൂലിക്ക് ഒരു 50 രൂപ ഞാൻ നട്ടെ. വെളുത്തതാണോ? വെളുത്തതാണോന്നോ? വെളുത്തതെന്ന് പറഞ്ഞ റോസാപ്പൂ പോലെയാ. ദേ ഇത്രയും നീളത്തിലാ മുടി, അതിങ്ങനെ പനംകൊല പോലെ കിടക്കുക. പിന്നെ ഷേപ്പ് ദേ ഇങ്ങനെ കടഞ്ഞെടുത്തതാ, കണ്ടാ കൊത്തിക്കൊണ്ടു. ഓ അങ്ങനെയാണെങ്കിലേ ആ താൻ തന്നെ കിട്ടിക്കും. ആ